1 കോടി പുണ്യവുമായി ബോബി ചെമ്മണ്ണൂർ പാണക്കാടെത്തി. അബ്ദുറഹിമാന്റെ മോചനത്തിനായി സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് തുക കൈമാറിയത്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനു വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന 1 കോടി രൂപ കൈമാറി. പാണക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടാണ് തുക കൈമാറിയത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപയായിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത്. ഇതിനായി കേരളത്തിലുടനീളം ബോച്ചെ യാചകയാത്ര സംഘടിപ്പിച്ചു. ഇത് വലിയൊരു തുക കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിനു പുറമെയാണ് ട്രസ്റ്റ് 1 കോടി രൂപ നൽകിയത്. ഉദ്യമവുമായി രംഗത്തിറങ്ങിയപ്പോൾ തന്നെ മലയാളികൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത്. അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ സമ്മാനവും 15,000 പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവച്ചത്. റഹീമിനെ ജീവനോടെ നാട്ടിലെത്തിച്ച ശേഷം മാത്രമാണ് റഹീമിന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോവുക. തിരിച്ചെത്തിയാൽ ഉപജീവനത്തിനു വേണ്ടി ബോച്ചെ ടീ പൗഡർ ഹോൾസെയിൽ ഷോപ്പ് വെച്ചു കൊടുക്കുമെന്നും മുഴുവൻ തുക കണ്ടെത്തിയെങ്കിലും അബ്ദുൾ റഹീമിനു വേണ്ടി നേരത്തെ പ്രഖ്യാപിച്ച ലക്കി ഡ്രോ തുടരുമെന്നും ഈ പണം റഹീമിന്റെ പുനരധിവാസത്തിനായി ചിലവഴിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പണം കണ്ടെത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുപ്രചരണങ്ങളെ മറികടക്കാനായെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികളും ഈ ചലഞ്ച് ഏറ്റെടുത്തെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. കേരളത്തിന്റെ അനുകമ്പയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സദുദ്യമം വിജയിപ്പിച്ചതിൽ ബോബിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.